പണ്ട് സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പോഴേ ബിജു മേനോൻ്റെ സംയുക്ത വർമ്മയുടെ കല്യാണം ഉണ്ടായിരുന്നു. അന്ന് കുറേ കൂട്ടുകാരന്മാർ ആ കല്യാണത്തിന് നൈസായിട്ട് നുഴഞ്ഞു കയറി. എന്നെ വിളിച്ചെങ്കിലും എനിക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് വിളിക്കാത്തൊരു കല്യാണത്തിന് ദീപുവിനെ അനിയനെ കൂട്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ആർച്ചും ഡെക്കറേഷനൊക്കെ നല്ല എലഗൻ്റായിട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഞങ്ങളെ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഇവൻറ്റ് ടീം ഉണ്ടല്ലോ, ഇ മേക്സ് ഇവൻറ്റ്സ്, അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ തവണയാണ് ഇ മേക്സ് ഇവൻറ്റ്സ് ഞങ്ങളൊരു കല്യാണത്തിന് വിളിക്കുന്നത്. ഇതിനു മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറി. സംഗതി വേറൊന്നല്ല, ഒരു ചമ്മൽ. കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഇ മേക്സിൽ അഭിഷേക് പറഞ്ഞു, യാതൊരുവിധ ചമ്മലിൻ്റെ ആവശ്യം ചേട്ടനില്ല, ഞാനല്ലേ വിളിക്കണേ, ധൈര്യമായിട്ട് പോരേന്ന്. ഇനി അഥവാ നാറുകയാണെങ്കിൽ കൂടെ നാറാനായിട്ട് ദീപുവിനെയും അനിയനെയും കൂടെ കൂട്ടിയിട്ടുമുണ്ട്. ഈ നടന്നു പോണ ചങ്ങായിയാണ് അഭിഷേക് ഇട്ട. അഭിഷേക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരാളാണ്. കാണിച്ചെന്ന സീറ്റിലേക്ക് ഇരിക്കേണ്ട താമസം ദേ ചോറ വിളമ്പി. 2 തവി ചോറ്, അതാണ് എൻ്റെ ഒരു കണക്ക്. രണ്ടാമത്തെ തവി ഒഴിക്കുമ്പോഴാണ് ഒരു സംതൃപ്തി കിട്ടുക. അതിപ്പോൾ സാമ്പാറായാലും അങ്ങനെ തന്നെ കേട്ടാ. സത്യം പറഞ്ഞാൽ എന്തൊക്കെ കറികളെന്ന് പോലും നോക്കിയില്ല, ഉണ്ടങ്ങോട്ട് തുടങ്ങി. സാമ്പാറും കൂട്ടി 2 പിടി അങ്ങോട്ട് കഴിക്കട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. സ്വന്തം ചേട്ടനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാണ്ടാണ് അനിയൻ സദ്യയിൽ മുഴുകിയിരിക്കണേ. സാമ്പാറും പപ്പടവും നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചു. എന്നിട്ട് ലേശ അവിയലെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് ഇതുപോലെ വലിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി അങ്ങോട്ട് അടിച്ചു. ഇപ്പോഴാണ് സദ്യയുടെ ആ ഒരു മൂഡിലേക്ക് എത്തിയത്. അടുത്തത് ഇനി എന്താ എടുക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഓലൻ്റെ സൈഡിലുള്ള ഈ കൂട്ടുകറിൻ്റെ കണ്ണിപ്പെട്ട. എന്നാൽ അടുത്ത പിടി ഈ കൂട്ടുകറിയും കൂട്ടിയാവട്ടെ എന്ന് വിചാരിച്ചു. നല്ല ഉഗ്രം കൂട്ടുകറി ആയിരുന്നു കേട്ടോ. ഇനി ഇത്തിരി പുളിക്ക് ലേശം കാളനാവാന്ന് വിചാരിച്ചു. അങ്ങനെ കാളനും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോഴാണ് മോരതിലെ പോണം കണ്ടേ. എന്നാൽ പിന്നെ ലേശം അതും കൂടി ആവാന്ന് വിചാരിച്ചു. മോരും കൊള്ളായിരുന്നു. തൊട്ടുപുറകെ പാലട എത്തിയിട്ടാ. പാലടയ്ക്കുള്ള സമയമായിട്ടില്ല, സദ്യ ഉണ്ട് വരുന്നല്ലേ ഉള്ളൂ, എന്നാലും ഇരിക്കട്ടെ. രസം കുറച്ച് ശകല മതിയില്ല. ഒരു പപ്പടം കൂടി വാങ്ങി. എന്നിട്ട് ആ രസം ഒഴിച്ച ചോറുണ്ടല്ലോ, അതിലേക്ക് പപ്പടം നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് ക്യാബേജ് എടുത്ത് അതിൻ്റെ മേലേക്ക് വിതറി. ഒപ്പം എനിക്കിഷ്ടപ്പെട്ട ഇവരുടെ കൂട്ടുകറി എല്ലാം കൂടി നല്ല പോലെ അങ്ങോട്ട് കുഴച്ച് ആസ് യൂഷ്വൽ ഉരുട്ടി അങ്ങോട്ട് അടിച്ചു. ആ കൂട്ടുകറി ഒരു രക്ഷയില്ല കേട്ടാ. അതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ വാങ്ങി. നന്നായി ഇങ്ങനെ വരണ്ട നാളികേരത്തിൻ്റെയും വറുത്ത പൊട്ടുകടലയുടെയും ഒക്കെ ഒരു ടേസ്റ്റായിട്ട് അടിപൊളി. പരിപ്പ് പായസം ഒഴിച്ചപ്പോഴേ അങ്ങോട്ട് നിറഞ്ഞില്ല. വിടാൻ പറ്റുമോ? രണ്ടാമത് വിളിച്ച് അങ്ങോട്ട് നിറയെ ഒഴിപ്പിച്ചു. സദ്യയിലെ എല്ലാ കറികളും അടിപൊളിയായിരുന്നു കേട്ടോ. അവസാനത്തെ കറിയാണ് ഈ പൈനാപ്പിൾ കറി. പൈനാപ്പിൾ കറിയും അടിപൊളിയായിട്ടുണ്ട്. ഇനിയുള്ളത് മാങ്ങച്ചാറും ഇഞ്ചിമുളിയാണ്. അതും ഉഗ്രനായി ഉണ്ടായിരുന്നു. അടിപൊളിയുണ്ട്. ഇഞ്ചിമുളി അച്ചാർ നോക്കിയേ, കാലി ക്രിസ്പി കൊണ്ടാട്ടോ. എൻ്റെ അമ്മ സൂപ്പർ കൊണ്ടാട്ടം മുളക്, ഒരു രക്ഷയില്ല. രണ്ടാമത്തെ പാലല്ല ചേച്ചി ഒരു വാട കിട്ടോ പരിപ്പോടാ. പാലട ഗംഭീരമായിട്ടില്ലേ? അതിന് നീ 2 ഗ്ലാസ് കുടിക്കും. സന്തോഷമായ പാലടയും പരിപ്പോടയും. പാലടയാ ചാനത്തോലിയ നല്ല രസമൊന്നും. ഇനി അടുത്തത് പരിപ്പ്. അടിപൊളിയുണ്ട്.
കുറച്ച് പരിപ്പുണ്ടല്ലേ? പരിപ്പുണ്ടോ? അങ്ങനെ എല്ലാറ്റിനൊടുവിൽ ദീപുവിൻ്റെ ശർക്കര വരട്ടിയും പരിപ്പോടെ കഴിപ്പോട് കൂടി സന്തോഷമായിട്ട് സംതൃപ്തിയോടെ സദ്യ അങ്ങോട്ട് അവസാനിപ്പിച്ചു. വയറ് നിറയെ പരിപ്പും പാലടയും സദ്യക്ക് തന്ന ഇമേക്സിന് ഒരുപാട് നന്ദി.